നിങ്ങളെ ഇന്ന് രക്ഷിച്ചു കൊണ്ടുവരുന്നവർ നിങ്ങളുടെ മതത്തിലുള്ളവരല്ല, നിങ്ങളുടെ അച്ഛൻ്റെ പാർട്ടിക്കാരല്ല, നിങ്ങളുടെ ചോരയല്ല, നിങ്ങളുടെ ആരുമല്ല. ഇത് കണ്ട് നിങ്ങൾ വളരുക. നിങ്ങളുടെ സഹജീവികളെ സ്നേഹിച്ച് നിങ്ങൾ വളരുക. വലുതാകുമ്പോൾ ആരാകണമെന്ന് ചോദിക്കുമ്പോൾ നല്ലൊരു മനുഷ്യനാകണമെന്ന് നിങ്ങൾ ഉത്തരം പറയണം. ദുരന്തമുഖത്തെ ആയിരക്കണക്കിന് മനുഷ്യരുടെ സ്വയം മറന്നുള്ള അശ്രാന്ത പരിശ്രമങ്ങളെ മുൻനിർത്തി ഗായിക സുജാത സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചതാണിത്. കേരളം സാക്ഷിയായ ഏറ്റവും വലിയ ദുരന്തം മനുഷ്യ മനസ്സുകളെ ഒന്നാകെ മരവിപ്പിച്ചു കളഞ്ഞെങ്കിലും ഒന്നിച്ചു നിൽക്കാനും ഒന്നിച്ച് കരകയറാനുമുള്ള മലയാളിയുടെ കരുത്തിനെ അടയാളപ്പെടുത്തുക കൂടിയാണ് കഴിഞ്ഞ 4 നാളുകൾ. വലിയ നഷ്ടങ്ങൾക്കിടയിലും കേരളം ലോകത്തോട് വിളിച്ചു പറയുന്ന പാഠങ്ങളാണത്. ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളെ നഷ്ടമായ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാൻ മുന്നോട്ടെത്തുന്ന മനുഷ്യർ, സർവം നഷ്ടമായ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ തെക്കു ജില്ലകളിൽ നിന്ന് പോലും ഓടിയെത്തുന്ന അമ്മമാർ, ചികിത്സാ സൗകര്യങ്ങൾ സൗജന്യമായി ചെയ്തു നൽകുന്ന ആശുപത്രികൾ, ജീവന്റെ തുടിപ്പുമായി ചീറിപ്പായുന്ന ആംബുലൻസുകളും അവർക്ക് വഴിയൊരുക്കാൻ മുന്നിലോടുന്ന നാട്ടുകാരും, വെറും 31 മണിക്കൂർ നേരം കൊണ്ട് ബെയിലി പാലം പൂർത്തിയാക്കി രക്ഷയ്ക്കെത്തിയ സൈനികർ, വിവിധ ജില്ലകളിൽ നിന്നും അവശ്യ സാധനങ്ങൾ ശേഖരിക്കാനും മറ്റും മുന്നിട്ടിറങ്ങുന്ന മനുഷ്യർ, ദിവസങ്ങളോളം ദുരന്ത ഭൂമിയിലെ കാഴ്ചകളൊപ്പി കൂടെ നിൽക്കുന്ന മാധ്യമങ്ങൾ, സൗജന്യ യാത്ര സമ്മാനിച്ച KSRTC, 2ാം നാൾ വൈദ്യുതി പുനഃസ്ഥാപിച്ച KSEB, വിവിധ സഹായങ്ങളുമായി ആദ്യ ദിനം മുതൽ കൂടെ നിന്ന് അയൽ സംസ്ഥാനം, എല്ലാം കെട്ടടങ്ങി എല്ലാവരും മടങ്ങുമ്പോൾ കേരളം നന്ദി പറയാനുള്ളത് എത്ര മനുഷ്യർക്കാണ്. സിനിമയ്ക്കപ്പുറം മറ്റ് സാമൂഹിക പ്രശ്നങ്ങളിൽ സിനിമാ രംഗത്തുള്ളവർക്ക് എന്ത് കാര്യമെന്ന ചോദ്യം പൊതുവെ ഉയരാറുണ്ട്. രാഷ്ട്രീയ വിഷയങ്ങളിലോ പൊതുവിഷയങ്ങളിലോ അവർ നടത്തുന്ന ഇടപെടലുകളും സസൂക്ഷ്മം വിലയിരുത്താനും പക്ഷം ചേരാനും ആളുണ്ടാകും. അതിനു പുറമെ സിനിമയ്ക്കുള്ളിലെ പ്രശ്നങ്ങളെ പോലും ഒന്നിച്ചു നേരിടാൻ സാധിക്കുന്നില്ലെന്ന തരത്തിൽ വലിയ വിമർശനങ്ങളും. എന്നാൽ 2018 പ്രളയകാലത്ത് ഇതിന് സമാനമായോ അതിനു ഉപരിയായോ ഒന്നിക്കുകയാണ് ഇന്ന് സിനിമാ രംഗം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വ്യത്യസ്ത സിനിമാ വ്യവസായങ്ങളിൽ നിന്നായി എത്തിയത് കോടികളാണ്. ദുരന്തമുണ്ടായി തൊട്ടടുത്ത ദിവസം തന്നെ ധനസഹായവുമായി തമിഴ് നടൻ വിക്രം എത്തി. പുറമെ കമലഹാസനും സൂര്യയും ജ്യോതികയും കാർത്തിയും എത്തി. തെന്നിന്ത്യൻ നായിക രശ്മിക മന്ദാനയും അവരുടെ പങ്ക് നൽകി. മമ്മൂട്ടിയും ദുൽഖർ സൽമാനും ചേർന്ന് ആദ്യഘട്ട സംഭാവന കൈമാറി. ഫഹദ് ഫാസിൽ, നസ്രിയ എന്നിവരും ധനസഹായത്തിനെത്തി. ഫഹദിന്റെയും ദിലീഷ് പോത്തിന്റെയും ശ്യാം പുഷ്കറിന്റെയും ഉടമസ്ഥതയിലുള്ള ഭാവന സ്റ്റുഡിയോ വെളിപ്പെടുത്തിയിട്ടില്ലാത്തൊരു തുക നൽകി. ആസിഫ് അലിയും നൽകിയ തുക വെളിപ്പെടുത്തിയിട്ടില്ല. ഈ വെള്ളിയാഴ്ച തിയേറ്ററിൽ എത്തേണ്ടിയിരുന്ന എല്ലാ ചിത്രങ്ങളും പ്രദർശനം മാറ്റിവെച്ചു. അപ്ഡേഷനുകളോ പ്രൊമോഷനുകളോ ഇല്ലാതെ വയനാടിന്റെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് മലയാള സിനിമ. ഇതിനിടെ സഹായനിധിയിലേക്ക് പണം നൽകരുത് എന്ന തരത്തിലുള്ള വാദങ്ങളെ പ്രതിരോധിച്ചു ദുരിതാശ്വാസ ഫണ്ടിന്റെ വിനിയോഗത്തെ പറ്റി ജനങ്ങളെ ഉദ്ബുദ്ധരാക്കാനും ആശങ്ക പുലർത്തി. കുൽസിത പ്രചരണങ്ങൾ തിരിച്ചറിയുക എന്ന തലക്കെട്ടോടെ പങ്കുവച്ച പോസ്റ്ററിന് ഏറെ സ്വീകാര്യതയാണ് ലഭിച്ചത്. സഹായങ്ങൾ നൽകണമെന്ന് അഭ്യർത്ഥിച്ച് ബേസിൽ ജോസഫും ടൊവിനോ തോമസും റീമ കല്ലിങ്ങലും ആസിഫ് അലിയും തുടങ്ങി മുൻനിര താരങ്ങളൊക്കെയും എത്തി. വയനാട്ടിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന RSS പ്രവർത്തക എന്ന തലക്കെട്ടോടെ നിഖില വിമലിന്റെ ചിത്രവും പ്രചരിക്കപ്പെട്ടു. എന്നാൽ എല്ലാം സസൂക്ഷ്മം വിശകലനം ചെയ്യുന്ന സോഷ്യൽ മീഡിയ അത്ഭുതകരമാം വിധം ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്കെതിരെ പ്രതിരോധം തീർത്തു. ഇന്റർനെറ്റിലെ കുപ്രചരണങ്ങൾക്കെതിരെ പോലീസും ജാഗരൂകരായി. രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഓരോരുത്തർക്കും സല്യൂട്ടുമായി മോഹൻലാൽ എത്തി. 2 ദിവസം മുമ്പുള്ള അവസ്ഥയല്ല ചൂരൽമലയിലും മുണ്ടക്കയിലുമുള്ള ആരുടെയും. എല്ലാം നഷ്ടമായവരുടെ അവസ്ഥ അവിടെ ചെന്നു നോക്കിയാലോ നമുക്ക് വന്നെങ്കിലോ മാത്രമേ മനസ്സിലാകൂ. നമ്മളാലാകുന്ന സഹായം എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന മനുഷ്യർക്ക് നൽകുക എന്ന് മമ്മൂട്ടി. അതേസമയം കേന്ദ്ര സഹമന്ത്രി കൂടിയായ സൂപ്പർ സ്റ്റാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കേരളം ആവശ്യപ്പെട്ടെങ്കിലേ കേന്ദ്രത്തിന് സഹായിക്കാനാകൂ എന്നാണ്. കേരളം ചോദിച്ചില്ലത്രേ. കയ്യിൽ ബാക്കിയുള്ള അവസാന തുകയും നുള്ളിയെടുത്ത് നൽകിയ സാധാരണക്കാരനും കുടുക്ക പൊട്ടിച്ച കാശുമായി എത്തിയ കുരുന്നുകളും മറ്റൊരു ജീവന് ശ്വാസമാകാൻ തൻ ജീവൻ വെടിഞ്ഞ മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ചൂരുള്ള ധീരരുമൊക്കെ ആരോ നൽകിയ നിർദ്ദേശത്തിന് പുറത്ത് പ്രവർത്തിച്ചവരല്ല. അതിന്റെ പേര് മനുഷ്യത്വം എന്നാണ്.